നല്ല ഭംഗിയുണ്ട്. എടി അത് പഴുത്തതായിരുന്നു ഈ കുട്ടീനെ കൈമേടി. അയ്യോ പഴുത്തത് പീനട്ടാണ്. നോക്ക് പറിച്ച് പഴുത്തത് ഒന്നും കൂടി ഒന്ന്. നീ നേരത്തെ കൊണ്ടുവന്നത് ശരിയായില്ലായിരുന്നു. ഇത് പഴുത്തത്. ഇതാ കിളി തിന്നു. പഴുത്ത ചെയ്യുമ്പോഴേ കിളി തിന്നു. അത് കൈ പിടിച്ചു. തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം, എന്നിട്ട് കഴിക്കാം. പീനട്ട് ബട്ടറാട്ടാ. പക്ഷേ ഇത് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു. കിളികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കിളികൾക്ക് മാത്രമല്ല, ഉറുമ്പുകൾക്കും ബട്ടർഫ്ലൈ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ തിന്നു വെച്ചേക്കാം. പഴുത്തിട്ട് കുറച്ച് ഒന്നിച്ച് പറിക്കാമെന്ന് വെച്ചപ്പോൾ അവർ എല്ലാം തിന്നു തീർത്തു. ബട്ടർഫ്ലൈക്കൊക്കെ ഇത് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉറുമ്പ്, ബട്ടർഫ്ലൈ. ഇതിൻ്റെ പൂക്കളാണ്. നന്നായി പഴുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ചെറിയൊരു മധുരമാണ് ഉള്ളത്, പിന്നെ ഒരു ചെറിയ ചവർപ്പുണ്ട്. പക്ഷേ ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഒരു തൈ നട്ടതാട്ടോ. അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുണ്ട്. ഈ ഒരു ഓറഞ്ച് പരുവത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചവർപ്പായിരിക്കും. നല്ല റെഡ് കളറാവണം, ഈ കളറാവണം. അപ്പോഴാണ് ചെറിയൊരു മധുരം കിട്ടുക. പഴുത്ത് കഴിയുമ്പോൾ ഇതേപോലെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഫ്ലഷ്. ഇത് കഴിക്കാം. പിന്നെ ഇത് പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് സോഫ്റ്റാവും, ഇച്ചിരി മധുരം കൂടുതലായിരിക്കും. ഞാൻ അങ്ങനെ വെച്ച് തിന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത് അങ്ങനെ തിന്നപ്പോഴാണ്. ശരിക്കും അപ്പോൾ ഒരു ഈന്തപ്പഴത്തിൻ്റെയൊക്കെ പോലെ നല്ല സോഫ്റ്റാവും. ഇതിൻ്റെ കുരു ഇതാണ്. ഇത് കുരു തിന്നാന്ന് പറഞ്ഞ് ഇതിൻ്റെ കുരും കഴിക്കാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കുരു. ഇതിന് ശരിക്കും പച്ചക്കപ്പലിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഈ പച്ചക്കപ്പലിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടായിട്ടാണ് പീനട്ട് ബട്ടർ എന്നുള്ള പേര് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കപ്പലിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ കുരുവിന്. കൊലങ്ങൾ ഒടിച്ചെടുത്തോ? ഇതൊരു കിളികൾ തിന്ന് വെച്ചേക്കല്ല. നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ടർഫ്ലൈ കേട്ടോ. നമ്മളൊരു തൈ കൊണ്ടുവന്ന് നട്ടിട്ട് ഉണ്ടായതാണ്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പഴുത്ത് കഴിഞ്ഞാലായാലും ഇതിൻ്റെ ഫ്ലവറാണെങ്കിലും നല്ല ഭംഗിയാണ്. പിന്നെ നിറയെ ഉണ്ടാവും. ഹെൽത്തിന് ഇത് നല്ലതാണ്. ഇതിൻ്റെ കുരു വറുത്ത് തിന്നുമെന്ന് പറയണം. നമ്മൾ നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിൻ്റെ കുരു ഒന്ന് വറുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് പിന്നീട് പറയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്നും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.